ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ദയവായി ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി സോയ ചങ്ക്സിൻ്റെ ഒരു ഫ്രൈ ആണ്. ഇപ്പോൾ സോയ അല്ലെങ്കിൽ മീൽ മേക്കർ വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ സോയ ചങ്ക്സിൻ്റെ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ സോയ ഉണ്ട്. സോയ ചങ്ക്സ് ഞാൻ മേടിച്ചതാണ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് മിനി ചങ്ക്സ് ആണ്, അപ്പോൾ ചെറിയ പീസസ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ സോയ പീസസ് ആണെങ്കിൽ അതിനെ ഒന്ന് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം രണ്ടായിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ചൂട് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യമുള്ളത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് സവോള, 4 പച്ചമുളക് കീറിയത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, ചാട്ട് മസാല. ഈ ഡിഷിന് ചാട്ട് മസാല എന്തായാലും ഉപയോഗിക്കണം, അതാണ് ഈ ഡിഷിന്റെ ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ മുളക് പൊടി, ഗരം മസാല. ഈ ഡിഷ് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് എണ്ണയും വേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സ്റ്റെപ്പ് സോയ ചങ്ക്സിനെ ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഒരു 15 മിനിറ്റ് കുതിർത്തി വെക്കുക. എന്നിട്ട് നമ്മളിത് ഉപയോഗിക്കാൻ റെഡി ആകുമ്പോൾ ഇതിലെ വെള്ളം സ്ക്വീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ മസാല ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം ആദ്യം. അതിനൊപ്പം തന്നെ പച്ചമുളകും. സവാള ഒന്ന് പിങ്ക് ആവുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വല്ലാതെ ബ്രൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ഒന്ന് സോഫ്റ്റായി കളർ മാറി തുടങ്ങിയിട്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. അതായത് മുളക് പൊടി, ഗരം മസാല, ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മസാലകളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയും മസാലയൊക്കെ നന്നായി കുക്ക് ചെയ്തിട്ട് എണ്ണ പുറത്ത് വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സോയ ചങ്ക്സ് ഞാൻ വെള്ളം മുഴുവൻ പിഴിഞ്ഞു കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഡ്രൈ ആയിട്ടിരിക്കുന്ന സോയ ചങ്ക്സ് ആണിത്. അപ്പോൾ ഇതിൽ എണ്ണ ചെറുതായിട്ട് പുറത്ത് വന്ന് തുടങ്ങി. ഇനി ഈ ചങ്ക്സ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മസാലയിൽ ഈ സോയ ഒന്ന് നല്ലോണം കോട്ട് ചെയ്യുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. സോയ നല്ലോണം മസാലയിൽ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു നുള്ള് പഞ്ചസാര ചേർക്കാം. എന്താ വെച്ചാൽ ഇത് തക്കാളി, ചാട്ട് മസാല നല്ല പുളി ഉണ്ടാവും. അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. തീ കുറച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സോയ നല്ലോണം കുക്കായിട്ടില്ല. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സോയ ഫ്രൈ റെഡിയാണ്. ഇത് നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു സോയ ഡിഷാണ്. വെറുതെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ക്വിക്കായിട്ട് സോയ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ബെല്ലടിക്കാൻ ഡെഫിനറ്റ്ലി മറക്കരുത്, ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.